ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ലൊരു ചിക്കൻ കറി റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടി ഏകദേശം 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്കൊരു 4 സവോള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർക്കേണ്ടത്. 2 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് വഴറ്റി കൊടുക്കാം. കുറഞ്ഞ ഫ്ലെയിമിൽ കിടന്ന് സവോള നന്നായിട്ട് വഴന്നു വരുന്നത് വരെ ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സവോള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 10 കഷ്ണം വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസിന് ഇഞ്ചിയും കൂടി പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇതേപോലെയൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വന്ന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചച്ചവ ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി ഒരു മീഡിയം ഫ്ലെയിമാക്കി വെച്ചിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു 5 മിനിറ്റോളം ഇതേപോലെ വഴറ്റി ചിക്കൻ ഒന്ന് സവാളയുമായിട്ട് മിക്സാക്കി എടുക്കണം. ഈ സമയത്തെല്ലാം ഫ്ലെയിം മീഡിയം ആയിരിക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചാൽ ചിക്കനിൽ നിന്ന് പെട്ടെന്ന് തന്നെ വെള്ളം ഊർന്നു വരും. ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടി ചേർത്ത് ചിക്കൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. കാരണം നമ്മളിതിൽ ഒരുപാട് എണ്ണയൊന്നും ചേർക്കുന്നില്ല. എന്നാലും നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയുമാണിത്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ചിക്കൻ നല്ല പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മഞ്ഞളിൻ്റെ പച്ചച്ചവ മാറാനായിട്ട് കുറച്ച് സമയമൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും റെഡിമെയ്ഡ് ചിക്കൻ മസാല 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ ചിക്കനുമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരണം. പത്തിരിയുടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെയും എല്ലാം കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചിക്കൻ കറിയാണിത്. ചിക്കനൊക്കെ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി കറിക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 300 ml വെള്ളം ചേർത്ത് കൊടുക്കാം. കറിക്ക് ചാറ് കുറവ് മതി എന്നുണ്ടെങ്കിൽ 200 ml വെള്ളമായാലും മതി. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 15 മിനിറ്റോളം ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്ന് കറി നല്ല പാകത്തിനായിട്ടുണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ കറി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ റെഡിമെയ്ഡ് ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയൊന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ ചേർക്കുന്നത് കറിക്ക് നല്ലൊരു ഫ്ലേവർ നൽകും. ഇനി ചേർക്കേണ്ടത് മല്ലിയിലയാണ്. കുറച്ച് മല്ലിയില ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 1/2 മിനിറ്റോളം ഒന്ന് ചൂട് പിടിപ്പിക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.